ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നൊന്ന്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവരെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 150 രൂപയാണ്. നമുക്കൊരു സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കുക. ഇതിൽ വിപ്പിംഗ് ക്രീമും കേക്ക് പൗഡർ അവൈലബിൾ ആണ്. ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു പൗഡർ. പിന്നെ ഇതാണ് നമ്മുടെ കേക്ക് മിക്സിൻ്റെ ഒരു പൗഡർ. ഗൈസ്, നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൗഡർ പൊട്ടിച്ചിട്ടുണ്ട്. ഒരു വിസ്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ ബേക്കിംഗ് പൗഡർ ആൻഡ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇതൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യണം കേട്ടോ. ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണ്ടേ. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ 2 മുട്ടയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മളിത് മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പാൽ നമുക്ക് നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കാം. ഈ മിക്സ് ആക്കുമ്പോൾ എഗ്ഗിൻ്റെ ടേസ്റ്റ് മാറാനായിട്ട് കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളൊരു പിഞ്ച് ഓഫ് ബട്ടർ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർക്കുന്ന കുറച്ചും കൂടി പീസ് ഓഫ് സ്മോൾ ബട്ടറും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൊടുക്കണം. തിക്കായിട്ട് നമ്മളിത് ക്രീം ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ച് പൊടിക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇത് എത്രത്തോളം കട്ടി കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാൽ ചേർത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നമുക്കറിയാമല്ലോ. ഒരു കേക്ക് എന്തൊരു തിക്കായിട്ട് കേക്കിൻ്റെ ബാറ്റർ അതൊരു തിക്നെസ് ആയിട്ട് വേണമെന്ന് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നോക്കിയിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എക്സ്ട്രാ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട. കാരണം ഇതിന് നല്ല ഷുഗറി ടേസ്റ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഷുഗറൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേക്ക് ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എല്ലാ വശത്തേക്കും. ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ വീണ്ടും ഒന്നും കൂടി ഒന്ന് തടവി കൊടുക്കാം. നമ്മുടെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവേ. നമുക്കിതേ നമ്മുടെ ബാറ്ററൊക്കെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് തരണം. കാരണം എയർ ബബിൾസ് ഒക്കെ വന്ന് പോകാൻ ഇപ്പോൾ തന്നെ കണ്ടില്ലേ എത്ര എയർ ബബിൾസാണ്. നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഓവനില്ലാതെ ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്നത് നമുക്കിന്ന് നോക്കാം. നമ്മൾ കുക്കറിലാട്ടോ കേക്ക് ബേക്കിങ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെ ബേക്ക് ചെയ്യാന്ന് വയ്ക്കാം. ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ദെൻ ഈ കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. എന്നൊരു 5 to 10 minutes പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ സമയത്ത് ഒരിക്കലും കുക്കറിൻ്റെ ഇതുപോലുള്ള ലിഡ് ഇടരുത്. കാരണം ലിഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് കൊളാവും. അതുകൊണ്ട് ഇതൊരിക്കലും ആരും കേക്ക് ബേക്ക് ചെയ്യുന്ന നേരത്ത് ഇത് ഇടരുത്. 5 minutes ഇരിക്കണം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കുക്കർ ഇത് ഇപ്പോൾ നല്ല രീതിയിൽ കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ ഇറക്കിയിട്ട് നമ്മുടെ കേക്ക് ട്രേനെ നമുക്ക് ഇതുപോലൊരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മതി. അതാകുമ്പോൾ ഈസി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ. എപ്പോഴും നമ്മൾ കേക്ക് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സിമ്മിലായിട്ട് ഇടാൻ പാടുള്ളൂ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. പിന്നെ ഈ കേക്കിൻ്റെ ലിഡും ആരും ഇടാൻ പാടില്ല. ഓക്കെ. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കുട്ടി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ കേക്ക് നമ്മളിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചേക്കാണ്. നമുക്കിനി വിപ്പിംഗ് ക്രീം ആ സമയം കൊണ്ട് ഉണ്ടാക്കാം. ഇതേ പിന്നെ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കുന്നുണ്ട്. ഇതേ പൊട്ടിച്ചപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഇതാട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ. നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് ഇതിലേക്ക് ഇനി കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഷുഗറൊക്കെ അടങ്ങി നമ്മൾ എക്സ്ട്രാ ഇതിൽ ഷുഗറൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പാല് ചേർത്തിട്ട് നല്ലതായിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കുക. ഏകദേശം ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതി തിക്നെസ് വേണം കേട്ടോ. ഇത് എത്രയും തിക്നെസ് വേണ്ട, അതിന് പൊടിക്ക് യൂസ് ആക്കണം.
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു അളവിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. നമ്മളിത് ബീറ്റർ ഇല്ലാതെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ഇതുണ്ട്, ഇങ്ങനെ സക്സസ്ഫുള്ളി ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ മിക്സി ജാറിലാട്ടോ ഇത് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാം. അപ്പോൾ ഞാൻ മിക്സി ജാറ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കേക്ക് നമ്മൾ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇത് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ. ഞാൻ 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കേക്കിൻ്റെ ബീറ്ററിൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മിക്സി ജാറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് വരെ അടിച്ചെടുക്കണം. ഗൈസ്, ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു പരിപാടി, നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഷുഗർ ഒന്ന് പൊങ്ങിക്കിടക്കാനായിട്ട് എന്നിട്ട് 2 കറക്കൊക്കെ ഒന്ന് കറക്കിക്കും. ഫോണാക്കാം. ഞാൻ അത് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഷുഗർ കാരമലൈസ് ആവുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ പൊങ്ങി വരുമെന്ന്. നല്ല രീതിയിൽ പൊങ്ങി പാത്രം എന്തോരമുണ്ട് അത്രയും രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ തുറന്നു കൊടുക്കുന്നത്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ തണുക്കാനായിട്ട്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മുടെ കേക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ നമ്മുടെ കേക്ക്? നോക്കി, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമ്മുടെ കേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടൊക്കെ ഒന്ന് ആറട്ടെ അവിടെ ഇരുന്നുണ്ട്. ഇതിനുള്ളിലൊരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് ഇതാക്കി എടുത്താൽ കേട്ടോ കേക്ക് ഒരു പാത്രത്തിലേക്ക് വീഴത്തുള്ളൂ. നമ്മുടെ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തു ഗൈസ്. നമ്മൾ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറാണ്. വാവ്, നല്ല രസമാണ് കേട്ടോ. കണ്ടാൽ തന്നെ ഭയങ്കര സോഫ്റ്റാണിത്. ഭയങ്കര സോഫ്റ്റാണ്. കേക്ക് നമ്മൾ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽഭാഗം കട്ട് ചെയ്ത് കളയാം. പക്ഷേ മേൽഭാഗം ഞങ്ങളിവിടെ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കഴിച്ചോട്ടെ. നമ്മുടെ ക്രീമിൻ്റെ ബാറ്ററാണ്. വിപ്പിംഗ് ക്രീം കണ്ടില്ലായിരുന്നു ഇതുപോലെ. ഭയങ്കര തിക്കായിട്ട് വന്നിട്ടില്ല. എങ്കിലും നന്നായിട്ടുണ്ട്. നമുക്കിനി ഷുഗർ സിറപ്പ് ഒന്ന് വരട്ടി കൊടുക്കട്ടെ. കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേളിലേക്ക് ക്രീം തേച്ച് കൊടുക്കട്ടെ. ക്രീം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. തേച്ച് കൊടുക്കാം. എനിക്ക് പറ്റാവുന്ന ഡെക്കറേഷൻ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് നമ്മൾ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൂസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബൂസ്റ്റ് ഞാൻ മേളിൽ കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ബൂസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് വിതറിയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ അടുത്തൊരു ലെയർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് അങ്ങോട്ട് പരട്ടി ഒഴിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഞാൻ വെക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വലിയ ഷേപ്പായിട്ട് കറക്റ്റ് കട്ട് ചെയ്തെടുത്തില്ല കേട്ടോ. അതങ്ങനെ ഒരുപാട് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്കൊന്ന് കറക്റ്റ്. ഇപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലുക്ക്. നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് കാണാനായിട്ട്. അപ്പോൾ അത് മുറിക്കുന്ന വീഡിയോ നമുക്ക് വേറെ സമയത്തിടാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ.